ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീരാമേന്ദ്രസ്വാമി ലക്ഷ്മണനോടുകൂടി സീതാദേവിയുടെയും കൂടെ കാട്ടിലേക്ക് പോന്ന് അവർ കാട്ടിൽ കഴിച്ചു കൂട്ടി ചിത്രകൂടത്തിലെ വാസം കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കണേ ആ ഭാഗമാണ് നമ്മൾ പറഞ്ഞത് ആരണ്യകാണ്ഡത്തിൽ. അപ്പോൾ ഈ കാട്ടിലേക്ക് പ്രവേശിച്ചു വിരാധാൻ എന്നും പറഞ്ഞിട്ടുള്ള രാക്ഷസൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ രാക്ഷസന്മാരുടെ ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ ഇവരെയൊക്കെ അനുഗ്രഹിച്ചൊക്കെ പോന്നു. മഹർഷിമാർ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ എങ്ങനെയാ വെച്ചാൽ അങ്ങയുടെ ആശ്രിതന്മാരാണ്, ഗർഭഭൂതാഹ, അമ്മ ഗർഭത്തിലെ ശിശുവിനെ പരിപാലിക്കും പോലെ രാജാവേ അങ്ങ് എന്ത് ചെയ്യണം, ഞങ്ങളെയും പരിപാലിക്കണം. എന്താ വെച്ചാൽ ബലിഷഡ് ഭാഗം അങ്ങക്ക് ഉണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും പ്രജകൾ ആറിലൊന്ന് അങ്ങക്ക് തരണില്ലേ. അപ്പോൾ ഈ ആറിലൊന്ന് തരുമ്പം അതിനനുസരിച്ചത് പ്രജകൾക്കും ഉണ്ടാവണം, എന്നാലേ എന്തുണ്ടാവുള്ളൂ, അധർമ്മം അങ്ങേ ബാധിക്കാതെ കണ്ടിരിക്കുള്ളൂ. ഇല്ല വെച്ചാൽ അധർമ്മം അങ്ങേ ബാധിക്കും, രാജാവിനെ ബാധിക്കും എന്നും പറഞ്ഞു. അങ്ങനെ അത് ഞാൻ ചെയ്യാം, ഈ രാക്ഷസീയമായ സമ്പ്രദായത്തിൽ പുറപ്പെടുന്നവരുടെ ആ ദുരിതം തീർത്തു തരാം എന്ന് പറഞ്ഞ് അവരുടെ പ്രതിജ്ഞ ചെയ്തു മഹർഷിമാരോട് പ്രതിജ്ഞ ചെയ്തിട്ട് ഈ ശ്രീരാമേന്ദ്രസ്വാമി സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടിയിട്ട് പോരുമ്പം അവരെന്താ ചെയ്തു വെച്ചാൽ ഇങ്ങനെ പല ദിക്കിലും സഞ്ചരിച്ച് സുതീഷ്ണ ആശ്രമത്തിൽ ചെന്നിരുന്ന ആ സമയത്താണ് എന്തുണ്ടായത്, ഈ പ്രതിജ്ഞ ചെയ്യലൊക്കെ ഉണ്ടായത്. അപ്പോൾ സുതീഷ്ണാശ്രമത്തിൽ നിന്ന് അവർ പോന്നു ഇങ്ങോട്ട് പുറപ്പെട്ട് പോകുന്ന സമയത്ത് ആ പോരുന്ന വഴിക്ക് എന്താ വെച്ചാൽ ഇനി ഇവിടുന്ന് നമ്മളെ കാണുന്നത്, ഇപ്പോൾ ഈ ഇവർ രാമനും സീതയും ലക്ഷ്മണനും പോന്നു. ചിത്രകൂടത്തിൽ താമസിക്കുമ്പോൾ പർണശാല കെട്ടിയുണ്ടാക്കി താമസിച്ചു, കുറച്ചു കാലം താമസിച്ചു. പിന്നെ ഭരതൻ വന്നു, കണ്ടു, അമ്മയെ കണ്ടു, അമ്മമാരെയും ഗുരുനാഥനെയും പ്രജകളെയൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് ചിത്രകൂടത്തിലെ വാസം ഉണ്ടായിട്ടില്ല. അവിടുന്ന് അവർ പോന്നു. പിന്നെ ചിത്രകൂടവാസം മതിയാക്കി പുറപ്പെട്ടതിൻ്റെ ശേഷം പിന്നീട് എന്തുണ്ടായിട്ടും ഇല്ല, അവർക്ക് ഈ ഒരു ആശ്രമം കെട്ടി താമസിക്കുന്നത് കുറച്ചു കാലത്തേക്ക് പിന്നെ ഉണ്ടായില്ല. പിന്നെ ഒടുക്കാവുമ്പോഴേക്കും ഒരു ലേശമുണ്ട്, ആശ്രമം കെട്ടി താമസിക്കണം. ഈ 14 കൊല്ലത്തിൻ്റെ ഒടുക്കാവുമ്പോഴൊക്കെ ഉള്ളൂ, അതിനിടയ്ക്ക് ഇല്ല. പല മഹർഷിമാരുടെ ആശ്രമത്തിൽ താമസിച്ചു, ഇനി അടുത്ത് പറയാൻ പോകുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഇവിടെ ഈ മഹർഷിമാരെയൊക്കെ കണ്ട് തൊഴുത് നടക്കുന്ന സമയത്ത് ഈ ഒരിക്കൽ എന്താണ്ടായി വെച്ചാൽ ഹൃദയാ സ്നിഗ്ധയാ വാച ഭർത്താരമിതമബ്രവീൽ. സീതാദേവി എന്തേ ചെയ്തു വെച്ചാൽ ഈ സുതീഷ്ണാശ്രമത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് പോരുന്ന സമയത്ത് സീതാദേവി ഹൃദയ സ്നിഗ്ധയ, ആ പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഹൃദയ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയൂ, നമ്മൾക്ക് ഹൃദയത്തിന് എപ്പോഴും ഇങ്ങനെ ഒരു ആലോചിക്കുമ്പോൾ ഒരു സുഖം തോന്നണതിൻ്റെ പേരാണ് എന്ത്, ഹൃദ്യം എന്ന്. ഹൃദയത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചതിന് എന്ത് പറയുള്ളൂ, ഹൃദ്യം എന്ന് പറയുള്ളൂ. സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടമുണ്ടോ, സ്നിഗ്ധം എന്ന് പറഞ്ഞാലേ ഇപ്പം നമ്മൾ ഈ പിന്നെ ഈ ചക്കയൊക്കെ മുറിക്കുന്ന സമയത്തെ
മെഴുക്ക് പുരട്ടാണ്ട് മുറിച്ച് എങ്ങനെ ഉണ്ടാവും? ആ പശ കയ്യുമ്പിൽ അവിടെ ഇവിടെ കൊട്ടി പിടിച്ചൊരു വശഘട്ട മാട്ടാവും. എന്ത് തൊട്ടാലും കയ്യുമ്പിൽ ഇങ്ങോട്ട് പിടിക്കുകയും ചെയ്യും. ശരിയല്ലേ? എന്നാൽ ലേശം വെളിച്ചെണ്ണ പുരട്ടിയതിൻ്റെ ശേഷം ഈ പശയിൽ തൊട്ടാലോ അത് നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ഒരു ഇത്തിരി എണ്ണയോ മെഴുക്കോ ചേർത്താൽ എന്തുണ്ടാവും? ഇപ്പോൾ ഗോതമ്പിൻ്റെ മാവ് ഇങ്ങനെ ഒരു കിണ്ണത്തിലിട്ട് കുഴയ്ക്കുമ്പോൾ കുഴച്ചാൽ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിക്കും. ലേശം മെഴുക്ക് ചേർത്ത് പിടിച്ച് കൂട്ടി കുഴച്ചാലോ ഒരു ദിക്കിലും പറ്റി പിടിക്കാതെ നല്ല മയമായിട്ട് കയ്യും ഒക്കെ വൃത്തിയായിട്ടിരിക്കും. ഈ എണ്ണമയം ഉള്ളതായ ആ സ്ഥിതിയിലിരിക്കണതിൻ്റെ പേരാണെന്ത്? സ്നിഗ്ധം. മനസ്സിലാവണില്ലേ? സ്നിഗ്ധം. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ കുഴച്ച് ചോറ് അങ്ങോട്ട് ഉണ്ണുമ്പം അങ്ങോട്ട് പോവില്ല. അപ്പോൾ ലേശം നെയ്യ് കൂട്ടി കുഴച്ച് ഉരുട്ടി ഉണ്ടു വെക്കൂ, അപ്പോൾ എന്തുണ്ടാവും? നല്ലോണം അങ്ങോട്ട് അപ്പോൾ ഈ മെഴുക്ക, എണ്ണ, നെയ്യ് ഈ അംശങ്ങളൊക്കെ ചേർന്നിട്ട് ഒരു മസൃണമായ ഭാവം, മസൃണം വെച്ചാൽ ഒരു മിനുസുള്ളതായ ഭാവം, ഒരു വക്കും വാലും കൂർത്തും മുറിഞ്ഞും വിഷമിച്ചും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്തതായ സമ്പ്രദായത്തിന് എന്ത് പറയുക? സ്നിഗ്ധം എന്ന് പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ എണ്ണമയം ഉള്ളതെന്നാണ് പൊതുവേ പറയുക. ഇവിടെ സ്നിഗ്ധമായ വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു മൂർച്ചയില്ലാത്തത്, ഒരു കുത്തിക്ക് തറയ്ക്കാത്തത്, ഒരു കേൾക്കുമ്പോൾ ഒരു ചൊറിച്ചിൽ തോന്നാത്തത്, ഒരു അലോഹ്യം ഉണ്ടാക്കാത്തത്, കേൾക്കണ ആളുടെ ഉള്ളിലൊരു ഉദ്വേഗമോ വെപ്രാളോ ഒന്നും ഉണ്ടാക്കാത്ത നല്ല വർത്തമാനം. അതിനാണ് എന്താ പറയുന്നത്? ഹൃദ്യം സ്നിഗ്ധം. ചിലരങ്ങനെയുണ്ട്. ചിലരൊക്കെ ചിലത് പറയുന്നത് കേട്ടാലേ നമ്മൾക്കൊരു വിഷമം തോന്നില്ല. അത് കേട്ടാൽ അതനുസരിക്കാൻ തോന്നും ചെയ്യും. ചിലർ നല്ല കാര്യവും പറയുക, പക്ഷെ കേട്ടാൽ നമുക്ക് ഇഷ്ടാവില്ല. എന്താ കാരണം? അതെൻ്റെ ശൈലി സമ്പ്രദായം അങ്ങനെയാണ്. എടുത്ത് പൊട്ടിക്കണ മാതിരിയാണ് പറയുക. അപ്പോൾ ഇത് ഇഷ്ടാവില്ല. ചിലർ പറയുന്നത് അത്യന്തം ഗൗരവമായ കാര്യമാണെങ്കിൽ നമുക്ക് ഒട്ടും അങ്ങോട്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് നമുക്ക് ഭാഷയുടെ പ്രത്യേകത അത് ഏതിനുണ്ടല്ലോ. അപ്പം ഇവിടെ ഈ ഹൃദ്യയാ സ്നിഗ്ധയാ വാച ഭർത്താരമിതമബ്രവീൽ, വളരെ മസൃണമായ ഭാഷയിൽ സീതാദേവി ഭർത്താവായ ഈ ശ്രീരാമചന്ദ്രസ്വാമിയോട് പറഞ്ഞു. എന്തേ പറഞ്ഞു എന്നാണെങ്കിലേ, എനിക്ക് അങ്ങോട്ട് ഒന്ന് രണ്ട് സംഗതികൾ ഇങ്ങനെ തോന്നിയതാണേ. അപ്പോൾ അത് ഞാൻ പറയുകയാണ്. അതിപ്പോൾ കേമാണ് നിരീക്ഷ പറയുമൊന്നുമല്ല, എനിക്കിങ്ങനെ തോന്നിയതാണ്. അപ്പോൾ നമ്മളിത് പറയൂലോ. അങ്ങ് നല്ല വിവരമുള്ള ആളായതുകൊണ്ട് വേണമെങ്കിൽ എടുക്കാം, പിന്നെ വേണ്ടെങ്കിൽ കളയും ചെയ്യാൻ വിഷമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അയം ധർമ്മ സുസൂക്ഷ്മേണ വിധിന പ്രാപ്യതേ മഹാൻ നിവൃത്തേന തു ശക്യോയം വ്യസനാൽ കാമജാതിഹ. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തെ പറയുക ശരി, ത്രീണ്യേവ വ്യസനാന്യത്ര കാമജാനി ഭവന്ത്യുത. 3 ദുരിതങ്ങളാണ് മനുഷ്യന്മാർക്ക് ലോകത്തിൽ ഉണ്ടാവാൻ വഴിയുള്ള 3 ദുരിതങ്ങൾ പ്രധാനമായത്. ഏതൊക്കെയാണെന്നറിയോ? ത്രീണ്യേവ. സീത പറയുന്നത് കേട്ടോ, നല്ല പഠിപ്പുള്ളവളാണ് ആര്? സീത വെറുതെ എന്തെങ്കിലും കഥയിലായി പറയുമെന്നില്ല. പറയുമ്പോൾ വെറു വെടുപ്പായിട്ട് ശാസ്ത്രം തന്നെയാണ് പറയുന്നത്. ത്രീണ്യേവ വ്യസനാനി. ഈ വ്യസനം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നല്ല അർത്ഥം. 3 ബലഹീനതകളാണ് ലോകർക്കുള്ളത്. ബലഹീനത പറയില്ലേ? നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബലഹീനത എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത് ദൗർബല്യങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. വീക്ക്നെസ് മനസ്സിലായില്ല. അതന്നെ 3 വീക്ക്നെസ്സാണ് പ്രധാനമായിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നറിയോ? 1 മിഥ്യാവാക്യം ത്വപരമം തസ്മാൽ ഗുരുതരാവുഭൗ. ആദ്യത്തേത് അസത്യവാക്യം. അസത്യം പറയാനേ ഒരു സമ്പ്രദായം സ്വഭാവം ഇല്ലേ? അതാണ് ആദ്യത്തേത്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇതിലേറെ അപകടമായതാ. അതാണ് എന്ത്? അത് തസ്മാത് ഗുരുതരാവുഭൗ. ഇതിനേക്കാളും ഗുരുതരാണ്. ഈ ഗുരുതരം ചെന്താർത്ഥം? ഇപ്പം നമ്മൾ ആസ്പത്രി ഏതാണെന്നാ ചോദിക്കുക. ഗുരുതരം എന്താ? ഗുരുതരൻ. എപ്പോഴും നമ്മൾ ഗുരുതരം പറഞ്ഞാൽ പരിക്ക് ഗുരുതരാണോ ചോദിച്ചാൽ അർത്ഥം എന്താ? കുറേം കൂടി അപകടത്തേക്ക് പോണ ജാതി പരിക്കണോ? നിസ്സാര തോല് പോയി അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒരഞ്ഞു അതൊക്കെ ഉള്ളൂ. അത് നിസ്സാരാണ്. 2 ദിവസം കഴിഞ്ഞാൽ ഭേദമായിക്കോളും. ഗുരുതരം പറഞ്ഞാൽ അത്യന്തം വിഷമുണ്ടാക്കുന്ന തരത്തിൽ കുറച്ചും കൂടി കഠിനമായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഈ ഗുരുതരം ഏറ്റവും വലിയ രീതിയിൽ എന്നാണ് അർത്ഥം. ലഘുതരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സമ്പ്രദായത്തിൽ. അതാണ് ഗുരുതരം ലഘുതരം. ഗുരുതരം കുറേ വലിയ മട്ടിൽ. ഇവിടെ ഇപ്പം പറഞ്ഞതിനേക്കാളും ഗുരുതരമാണ് ഇനി പറയാൻ പോണ 2 ആദ്യത്തേത് അസത്യവാക്യമാണ്. ആദ്യത്തെ ദുരിതം അസത്യവാക്യം. മിഥ്യാവാക്യം അസത്യവാക്യം. പിന്നെ രണ്ടാമത്തേത് പറയുക വെച്ചാൽ പരധാരാഭിഗമനം. വലിയ മോശമായ സംഗതിയാണ് പരധാരാഭിഗമനം. അന്യൻ്റെ സ്ത്രീകളെ ഉപദ്രവിക്കുക, അവരെ പ്രാപിക്കുക, അതൊന്നും ചെയ്യാം. ഈ പരധാര എന്ന് പറഞ്ഞാൽ അന്യൻ്റെ സ്ത്രീകളെന്ന് പറഞ്ഞാലേ പരധാരം അന്യൻ്റെ ഭാര്യ എന്നൊക്കെ പറയാം. ഈ പരസ്ത്രീകൾ തന്നെയാണ് അർത്ഥം. പരസ്ത്രീ അർത്ഥം എന്നറിയോ? സ്വസ്ത്രീ പരസ്ത്രീ 2 ജാതിയുണ്ട്. സ്വസ്ത്രീ പറഞ്ഞപ്പോൾ നമ്മുടെ ഭാര്യ, അമ്മ, അച്ഛൻ, പെങ്ങള് ഇവരൊക്കെ സ്വസ്ത്രീകളാണ്. നമ്മൾക്കൊരു ബന്ധം പറയാൻ സൗകര്യമുള്ള ആളുകളൊക്കെ എന്ത് പറയും? സ്വസ്ത്രീകളെന്ന് പറയും. അങ്ങനെ ഒരു ബന്ധം നേർക്ക് നേരെ പറയാൻ നിവൃത്തിയില്ലാതെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഉണ്ടാവില്ലേ?
അപ്പോൾ അവരെയാണ് ഇപ്പോൾ ഈ പരസ്ത്രീകൾ എന്ന് പറയുക. ഈ പരസ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ പരതാരങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അവർ ഭർത്താക്കന്മാർ ദമ്പതിമാരായിട്ട് അങ്ങനെ ജീവിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ, അവരെന്ത് ചെയ്യാൻ പാടില്ല? അവരെ ഉപദ്രവിക്കുക, പരതാരാഭിഗമനം, അത് മഹാമോശമാണ്. പിന്നെ അതൊന്ന്. രണ്ടാമത്തേത്. പിന്നെ മൂന്നാമത്തേത് വിനാവൈരം ചരൗദ്രത. ചെന്തർത്ഥം? ഇങ്ങട് ശത്രുത ഇല്ലാത്തവരോട് അങ്ങട് ശത്രുത തോന്നുക. അതാണ് എന്താ വിനാവൈരം. വിനാവൈരം രൗദ്രത. അതായത് നമ്മളോട് ഇങ്ങട് ശത്രുത ഇല്ലാത്തവരോട് നമ്മൾക്ക് അങ്ങട് ശത്രുത തോന്നിയിട്ട് അവരെ ഉപദ്രവിക്കാൻ തോന്നണം. അതിൻ്റെ പേരാണ് എന്താ ഈ മൂന്നാമത്തേത്. ഇപ്പം എത്രണ്ണായി? ഒന്നാമത്തേത് മിഥ്യാവാക്യം. മിഥ്യാവാക്യം അസത്യം പറയൽ. രണ്ടാമത്തേത് പരസ്ത്രീകളെ ഉപദ്രവിക്കൽ. മൂന്നാമത്തേത് ഇങ്ങോട്ട് ശത്രുത ഇല്ലാത്തവനോട് നമ്മൾ കടന്നു കയറി ഒരു പ്രകോപനമില്ലാതെ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കൽ. ഇത് മൂന്നും മഹാമോശമായ അപകടങ്ങളായിട്ടാണ് ശാസ്ത്രത്തിൽ പറയുക. ഈ മൂന്നെണ്ണം ഇതാണ് പറഞ്ഞത്. എന്ത്? ത്രീണ്യേവ വ്യസനാനി. ഈ മൂന്നെണ്ണം വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അപ്പം എനിക്കിങ്ങനെ തോന്നുകയാണേ, എന്താ വെച്ചാൽ അപ്പം അങ്ങയെക്കുറിച്ച് പറയുമ്പം എന്താണെങ്കിൽ പരതാരാഭിഗമനോ അല്ലെങ്കിൽ വിനാവൈരം രൗദ്രത അതുപോലെ മിഥ്യാവാക്യം എന്നൊക്കെ പറയുന്നത് അങ്ങയെ സംബന്ധിച്ച് പറയുമ്പം എന്തല്ല, മിഥ്യാവാക്യം നേ ഭൂതം ന ഭവിഷ്യതി രാഘവ. ശ്രീരാമചന്ദ്രസ്വാമി എന്താ വെച്ചിട്ടോ, അസത്യം പറയാന്നുള്ളത് അങ്ങക്ക് ഉണ്ടായിട്ടുമില്ല, ഇപ്പോഴും ഇല്ല, ഇനി ഉണ്ടാവൂല്ല. അതിൽ ഞങ്ങൾക്ക് സംശയമില്ല. അങ്ങ് അസത്യം പറയാന്നുള്ളത് ഇല്ല. അത് പറയാച്ച അപ്പം നമ്മൾ കൊട്ടാരത്തിൽ കട്ടിൽമേൽ നല്ല കിടക്കേമേൽ കിടക്കാറുന്നു. എന്ത് ആ ശീലം ഉണ്ടായിരുന്നു വെച്ചാൽ അതില്ലായതുകൊണ്ടാണ് അപ്പം എങ്ങോട്ട് പോരേണ്ടി വന്നത്, കാട്ടിക്ക് പോരണം. അപ്പം അത് അങ്ങക്കില്ല. അതിന് ഇതിലേറെ വലിയ ദുരിതം ലോകത്തുണ്ടായിട്ട് പോലും, ഇത്ര വലിയ ദുരിതം ഉണ്ടായിട്ട് പോലും അങ്ങ് അസത്യം പറയാനോ സത്യത്തെ കളയാനോ പുറപ്പെടാത്തൊരു മഹാത്മാവായതുകൊണ്ട് അസത്യവാക്യം ശ്രീരാമചന്ദ്രസ്വാമിയെ കുറിച്ച് സങ്കല്പിക്കുന്നത് വിവരമില്ലാത്തവനെ ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്തില്ല, അത് ഞങ്ങൾക്ക് അങ്ങനെ ചിന്തയില്ല. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടോ, അതായത് സ്ത്രീണാം പരേഷാം ധർമ്മനാശനം. ഒരു പരസ്ത്രീയുടെ കഥ പറയുക വെച്ചാൽ അത് അങ്ങയെക്കുറിച്ച് പറഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞവനെ തല്ലിക്കൊല്ലും. എന്താ കാരണം? അത് പതി ശ്രീരാമനെ കുറിച്ചൊരു പരസ്ത്രീയുടെ കഥ പറയുകച്ചാൽ ശത്രുക്കൾ പോലും എന്ത് ചെയ്യില്ല, അത് പറയില്ല. ശത്രുക്കൾ നമ്മളെക്കുറിച്ച് എന്തും പറയാൻ പഠിക്കാത്തവരാണെങ്കിൽ പോലും ശ്രീരാമനെ കുറിച്ചൊരു പരസ്ത്രീഗമനം ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ പരസ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും സഹിക്കില്ല. തവ നാസ്തി മനുഷ്യേന്ദ്ര എന്നുവെച്ചാ ഭൂത്തേ കഥാചന. അതങ്ങക്ക് ഇല്ലേ, ഇനിയും എന്നുവെച്ചാൽ ഉണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾക്ക് കാണണം. സീതയെ പറയുന്നത് ഭാര്യയാണ് ഈ ഭർത്താവിനെ കുറിച്ച് ഇതൊക്കെ പറയുന്നത്. തവ നാസ്തി, അതങ്ങക്ക് ഇല്ല. പിന്നെ എന്താ വെച്ചാൽ മനസ്യപി, മനസ്സോട്ട് പോലും അങ്ങ് എന്ത് ചെയ്യാറില്ല, ഒരു പരസ്ത്രീയെ സങ്കല്പിക്കുക, ചിന്തിക്കുക, നിരീക്കുക അങ്ങ് ചെയ്തിട്ടില്ല, ചെയ്യൂല. സ്വദാര നിരതസ്ത്വം. എപ്പോഴും അങ്ങയുടെ ഭാര്യയുടെ കഥയിലാണ് മനസ്സിരുത്തുന്നത്. നിത്യമേവ. അത് ഞായറാഴ്ച ശനിയാഴ്ച മാത്രമല്ല, എന്നും അങ്ങനെയാ. എന്ത് നിത്യമേവ നിശ്ചന്താർത്ഥം? അതങ്ങനെ ഒരു ജീവിത നിഷ്ഠയാണ്. അത് സംശയമില്ല. അതങ്ങനെ ജീവിത നയമാണ്. അത് സംശയം. പക്ഷെ എനിക്കെന്താ വെച്ചാൽ അങ്ങ് സത്യസന്ധനാണ്, ശ്രീമാനാണ്, ഒക്കെ ഉണ്ട് ലക്ഷ്മണപൂർവജ. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, സത്യവും ധർമ്മവും ഒക്കെ അങ്ങയുടെ കയ്യിൽ ഉറച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ മറ്റേ കാര്യത്തിലൊരു സംശയം. ഇത് മറ്റേ കാര്യം വൈരം വിനാ രൗദ്രത. ഇങ്ങട് ശത്രുതയില്ലാത്തവരോട് അങ്ങട് ശത്രുത തോന്നുക എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഇപ്പം നമ്മൾ പെട്ടുപോകുമോ എന്നൊക്കെയൊരു ശങ്ക. അപ്പോൾ ചോദിച്ചു, സീത ഇതൊന്ന് വിശദമായിട്ട് പറഞ്ഞു. എന്തിപ്പോൾ സീത ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്താ മനസ്സിലാവുന്നില്ലല്ലോ. അത് കാര്യം എന്താ ചോദിച്ചാൽ, ഇപ്പം നമ്മളിപ്പം കാട്ടിക്ക് വന്നു, താപസവേഷമായിട്ട് വന്നു, ചൊല്ലി മരവുരിയൊക്കെ ചുറ്റി അങ്ങനെയുള്ള മട്ടിലാണ് കഴിയണത് ഇവിടെ. അല്ലാതെ എന്തല്ല ഒരു വേറൊരു ലൗകികന്മാരുടെ രീതിയിൽ ഉപരിയായിട്ട് കുറച്ച് താപസ സമ്പ്രദായത്തിലാണ് കഴിയണത്. അപ്പോൾ എനിക്കൊരു സംശയം എന്താ ചോദിച്ചാൽ, ഇപ്പം ഈ മഹർഷിമാർ വന്ന് അങ്ങോട്ട് പറഞ്ഞില്ലേ ഈ രാക്ഷസന്മാരെ കൊണ്ട് ഉപദ്രവമുണ്ട്, അവരെയൊക്കെ കൊന്ന് നശിപ്പിച്ച് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങ് എന്ത് ചെയ്തു? രണ്ടാമതൊന്ന് ചിന്തിക്കാതെ എന്ത് പറയുകയും ചെയ്തു, ഈ രാക്ഷസന്മാരെയൊക്കെ ഞാൻ കൊന്നു തരാമെന്ന് പ്രതിജ്ഞയും ചെയ്തു. അക്കാര്യത്തിൽ എനിക്ക് സംശയം. എന്താ കാരണം എന്നറിയൂ, ഈ രാക്ഷസന്മാർക്ക് ആർക്കും നമ്മളോട് എന്തില്ല, ഒരു വിരോധവും ഇല്ല. അവരെ നമ്മുടെ ശത്രുക്കളായിട്ട് വന്ന് നമ്മൾ ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിരിക്കെ ഇങ്ങടെ ശത്രുതയില്ലാത്ത ഈ രാക്ഷസന്മാരോട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കൊന്നു തരാമെന്നൊക്കെ പറഞ്ഞപ്പം അത് ലേശ അപകടമാവില്ലേ എന്നൊക്കെയൊരു സംശയം തോന്നുകയാണേ. അങ്ങനെയൊക്കെ ഇപ്പം എങ്ങനെയാ നിശ്ചൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിയതാണ്. പിന്നെ അത് മാത്രമല്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, നമ്മളിപ്പോൾ ഈ കാട്ടിലിങ്ങനെ നടക്കുമ്പം പിന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ് ദണ്ഡകാരണ്യത്തിലേക്ക് പോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ കാരണം, അവിടെ ഈ ധാരാളമായിട്ട് ഈ രാക്ഷസന്മാരൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഏതം നിമിത്തം ച വനം ദണ്ഡകം ഇതി വിശ്രുതം പ്രസ്ഥിതസ്ത്വം സഹഭ്രാത്ര ധൃത ബാണ ശരാസന.
ഈ ബാണം അമ്പ് വില്ലൊക്കെ ആയിട്ടാണ് പോണത്. ശരാസനം എന്ന് പറഞ്ഞാൽ വില്ലാണ്, ബാണം എന്ന് പറഞ്ഞാൽ അമ്പും ഇതൊക്കെ ആയിട്ടല്ലേ പോണത്. അപ്പം അതുകൊണ്ട് നഹിമേ രോചതേ വീര ഗമനം ദണ്ഡകാൻ പ്രതി. അതുകൊണ്ട് ദണ്ഡകാരണ്യത്തേക്ക് പോണതിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം ഇല്ല. ഗമനം എന്ന രോചത്തെ എനിക്കത് ഇഷ്ടാവുന്നില്ല. ദണ്ഡകത്തേക്ക് പോവുക എന്ന് പറയുന്നതേ എന്താ കാരണം എന്നറിയോ? കാരണം തവ വക്ഷ്യാമി വദന്ത്യാ ശ്രൂയതം മമ. എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോണത് നന്നാവില്ല എന്ന് ഞാൻ പറയണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അങ്ങോട്ട് പറയാം. കാരണം എന്താണെന്നറിയോ? അങ്ങിപ്പോൾ ഈ അമ്പും വില്ലും ഒക്കെ ഇങ്ങനെ കയ്യിൽ വെച്ച് ധരിച്ച് വില്ലാളിയായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്നാണെങ്കിൽ സഹോദരൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കാട്ടാളന്മാരെയൊക്കെ കണ്ടാൽ നമുക്കിത് കയ്യിലുണ്ടാവുകൊണ്ട് ചിലപ്പോൾ എന്ത് തോന്നും? പിശാചി കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ മുറിക്കണം എന്ന് തോന്നില്ലേ? അപ്പം അതുകൊണ്ട് ഈ ആയുധ ആയിട്ട് നടക്കുമ്പം അങ്ങോട്ട് സുഖമാവില്ല എന്നൊക്കെ തോന്നണത്. പിന്നെ എന്താ നിശ്ചണ്ടോ, ഈ അതൊരു ദോഷമാവുമോ എന്നൊരു സംശയമുണ്ട്. എന്താ ഞാൻ പറയാൻ കാരണം ചോദിച്ചാൽ, നമുക്കിനി ഈ ആയുധമൊക്കെ പിടിച്ച് നടക്കൽ കൊട്ടാരത്തിൽ ചെന്നിട്ട് പോരേ എന്നൊക്കെയൊരു ഒരു സംശയം. കാരണം എന്താണെന്നറിയോ? ഞാനൊരു പണ്ടൊരു വർത്തമാനം കേട്ടത് പറയാം. പണ്ടൊരു മഹർഷി ഉണ്ടായിരുന്നു, മഹാകേമനായിരുന്നു. അദ്ദേഹം കണ്ട് തപസ് ചെയ്തിട്ടേ എന്തൊരു ജാതി തപസ്സാണ് ചെയ്തത്. ഈ തപസ് കണ്ട് ചെയ്ത് കലശലായിട്ട് തപസ് ചെയ്യുക കാരണത്താൽ ഇദ്ദേഹത്തിൻ്റെ ഈ തപസ് കണ്ടപ്പോൾ ദേവേന്ദ്രനൊരു പരിഭ്രമം. എന്താ കാരണം? ജാതി തപസ്സൊക്കെ ചെയ്തിട്ട് ഇയാളിപ്പോൾ എവിടെ എത്തും? ചിലപ്പം കേമത്തം കൊണ്ടേ ദേവേന്ദ്രനായാലോ തൻ്റെ കഥ പോവില്ലേ? അപ്പോൾ താൻ എന്ത് ചെയ്യും? പിന്നെ ജീവിക്കാൻ അരി വാങ്ങാൻ എന്ത് ചെയ്യും? കഷ്ടത്തിലാവില്ലേ? അപ്പോൾ തൻ്റെ സ്ഥാനം പോവുമോ എന്നൊരു പേടി തോന്നി. അപ്പം ദേവേന്ദ്രൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു വിദ്യ ചെയ്തു. ദേവേന്ദ്രൻ ഒരിക്കലും ഒരു സന്യാസിയുടെ വേഷം കെട്ടി വന്നു, ഒരു ബ്രാഹ്മണൻ്റെയൊക്കെ വേഷം കെട്ടി വന്നിട്ട് ഈ സ്വാമിയാരുടെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വന്നു. അപ്പോൾ നല്ലോണം സൽക്കരിച്ചു. ഇന്ദ്രനാണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇന്ദ്രൻ എന്തേ ചെയ്തു വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വന്നിട്ട് ഇദ്ദേഹത്തിന് ഒരു വാള് കൊടുത്തു. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ കാശിക്കൊക്കെ പോവുകയാണ്, വന്നിട്ട് വാങ്ങിക്കോളാം. ഇവിടെ ആവുമ്പോൾ അങ്ങയുടെ ഇവിടെ ആശ്രമത്തിന് വാതിലിനൊക്കെ ഉറപ്പുണ്ടല്ലോ, ഞാൻ ഇതിങ്ങനെ കൊണ്ടു നടക്കല് വലിയ പാട്, ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ പിന്നെ വരുമ്പം വാങ്ങിക്കോട്ടെ. അപ്പം പണ്ടൊക്കെ നമ്മൾ ഓരോന്ന് കൊടുത്തേൽപ്പിച്ച് പോവില്ല, ഇവിടെ ഇരിക്കട്ടെ, അങ്ങനെയുണ്ടല്ലോ, ഓരോ വസ്തു കൊടുക്കണു. അങ്ങനെ ഏൽപ്പിക്കാൻ നോക്കാൻ ഏൽപ്പിച്ച് പോയതാണ് എന്ത് ഈ വസ്തു, ആ വാള്. അപ്പം ഈ മഹർഷിയാണെന്ന് വെച്ചാൽ ഈ വലിയ കേവനായ താപസനാണ്, നല്ല നിഷ്ഠയുള്ള ആളാണ്. അപ്പം അദ്ദേഹം ഈ വാള് വാങ്ങിയിട്ട് പർണശാലയിൽ സൂക്ഷിച്ചു. 3-4 ദിവസം കഴിഞ്ഞ് വാള് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, കുറേശ്ശെ ഇങ്ങനെ വക്കത്തൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഒരു തുരുമ്പിൻ്റെ അസ്കത. അപ്പം അദ്ദേഹം എണ്ണയും മെഴുക്കൊക്കെ പുരട്ടി വെച്ചു. ഇപ്പം എണ്ണയും മെഴുക്കൊക്കെ പുരട്ടിയാലും 2 ദിവസം കഴിഞ്ഞാൽ മെഴുക്കിൻ്റെയൊക്കെ ഒരു ഛായകട്ട് പോയാൽ വീണ്ടും കുറേശ്ശെ ഇങ്ങനെ ഒരു ചുവന്നേ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതിപ്പോൾ എന്താ വെച്ചോ, ഒരാൾ നമ്മുടെ കയ്യിലൊരു വസ്തു നമ്മളത് നല്ലോണം നോക്കും വെച്ചിട്ടല്ലേ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു പോണത്. എന്നിട്ട് നമ്മളത് നോക്കിയില്ല വെച്ചാൽ അതൊരു വലിയ മോശമാവില്ല. അദ്ദേഹം നമ്മളെ വിശ്വസിച്ച് സ്നേഹിച്ച് നമ്മളങ്ങനെ ചെയ്യുന്നൊക്കെ കണക്കാക്കിയൊരു വസ്തു തന്നിട്ട് നമ്മളതിങ്ങനെ ശ്രദ്ധിക്കാണ്ട് നശിപ്പിച്ചു. ഞാൻ അദ്ദേഹം വരുമ്പം തുരുമ്പ് പിടിച്ച് ഈ സാധനം കൊടുക്കുമ്പോൾ അയ്യോ എൻ്റെ മഹർഷിയെ ഞാൻ നിരീക്ഷിച്ചു, അങ്ങ് അത് നല്ലോണം നോക്കുമെന്ന് കഷ്ടമായിപ്പോയി ഞാൻ എന്നൊക്കെ അദ്ദേഹം ഒരു വേദന പറയില്ലേ. അപ്പോൾ നമ്മുടെ ഈ മഹർഷി എന്ത് ചെയ്തു, അതിങ്ങനെ ഈ അദ്ദേഹത്തിന് തോന്നി എത്ര എണ്ണയും മെഴുക്കും പരട്ടിയിട്ടും കാര്യമില്ല, നമ്മൾ ഈ ഉപയോഗിക്കാണ്ട് വെക്കണ വസ്തു എത്ര വേഗം തുരുമ്പ് പിടിക്കുകയെന്ന് പറയാൻ പറ്റില്ല. ഉപയോഗിച്ചാൽ അത്രേ. നമ്മളെന്നും എടുക്കണ പിശാത്തി ദിവസവും കഷ്ണം നുറുക്കാൻ, രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് കഷ്ണം നുറുക്കണ പിശാത്തി തുരുമ്പ് പിടിക്കുമോ? പിടിക്കില്ല. എന്നാൽ നമ്മളത് അവിടെ മടക്കി തുടച്ച് വെച്ചിട്ട് കുറച്ച് 10 ദിവസം രണ്ടാമത്തെ ആളെ കല്യാണം കഴിച്ചേക്ക് പോയി താമസിച്ച് വന്നപ്പോഴേക്ക് എന്താ ഉണ്ടായത്? കത്തി തുരുമ്പ് പിടിക്കും. എന്താ കാരണം? നമ്മൾ എടുക്കണില്ലല്ലോ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മഹർഷി എന്ത് ചെയ്തു, കുറേശ്ശൊക്കെ ഈ പിശാത്തി ഈ വാളെടുത്തിട്ട് വെണ്ടയ്ക്ക മുറിക്കാനും ഉച്ചയ്ക്ക് മോരൊഴിച്ചോട്ടാനും കുമ്പളങ്ങ നുറുക്കാനൊക്കെ എന്തെടുക്കാൻ തുടങ്ങി. കുഴപ്പമില്ല, നന്നായി, അത് നല്ല വെളുപ്പായിട്ട് നല്ല മിന്നി തിളങ്ങി നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല, നന്നായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ആശ്രമത്തിൽ നിന്നൊക്കെ വേറെക്കിലേക്കൊക്കെ തീർത്ഥാടനമൊക്കെ പോകുമ്പോൾ ഇത് ഇവിടെ വെച്ച് പോയി എന്താവും, തുരുമ്പ് പിടിക്കുമല്ലോ. അപ്പം അദ്ദേഹം കൂടെ കണക്കാക്കും. കൂടെ കൊണ്ടിടക്കുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, തുരുമ്പ് പിടിക്കും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പോണ വഴിക്കൊക്കെ വല്ല ചെടിയെ അതിലേക്കാനും ഇങ്ങനെ വീശിയും വെട്ടിയും അത് പിന്നെ ശീലമായി വീശി വെട്ടി ഇങ്ങനെ നടക്കലേ. അങ്ങനെ പോണ സമയത്ത് എന്തോ ഒരു എന്തോ ചെന്നായിയോ കടുവയോ എന്തോ ചാടി വന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വീശി അപ്പോൾ അത് എത്തുപോയി. അപ്പോൾ അദ്ദേഹം തോന്നി തരക്കേടില്ല, ഇത് കയ്യിലുണ്ടെങ്കിൽ തപസ്സില്ലെങ്കിലും കുഴപ്പമില്ല, എന്തുണ്ടെങ്കിലും ഇത് കയ്യിലുണ്ടെങ്കിലേ അത്യാവശ്യമൊക്കെ കാര്യം നടക്കും, തപസ് അത്ര നിർബന്ധമല്ല. അങ്ങനെ ഒരു ദിവസം പോകുമ്പം ഒരു ചെന്നായിനെ ചാടി വെച്ചാൽ, പിന്നെ ഒരു ദിവസം പോയപ്പോൾ കാട്ടുപൂച്ച ചാടി, പിന്നെ ഒരു ദിവസം കഴുതപ്പുലി ചാടി, അങ്ങനെ ചെറിയ ലോക്കൽസാണ് ചാടിയത് ആദ്യമൊക്കെ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്താ, ഇതൊരു ദിവസം വലിയൊരു കടുവയും ഇങ്ങോട്ട് വലിയ കൂറ്റാൻ കടുവ വന്നു, അപ്പോഴും ഇത് ഉപയോഗിച്ചു. അങ്ങനെ അദ്ദേഹം കാട്ടിക്കൂടിയൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പേടിയില്ലാതെ നടക്കാമെന്നായി. കടുവകൾ, പുലികൾ, ആന, കുത്താൻ വരണേ ഓക്കേറ്റിനെയും അങ്ങനെ ആയതോ ഒരുത്തം വന്ന സമയത്ത് എന്തോ 2 പറഞ്ഞപ്പോൾ അവനെയും
അങ്ങനെ ഇപ്പം അദ്ദേഹത്തിന് ഇപ്പം നേരമില്ലേ? എന്തിന് നേരം കിട്ടണില്ല? ഇപ്പം ഇതന്നെ പണി. അങ്ങനെ ഇദ്ദേഹം വിട്ടും ഇപ്പം അദ്ദേഹം നാട്ടിലെ പേരെടുത്ത കൊട്ടേഷൻ പാർട്ടി നേതാവാണ്. അദ്ദേഹത്തിന് അപ്പോൾ കൊട്ടേഷൻ കൊടുക്കുക, ഭർത്താവിനെ കൊല്ലാനും ഭാര്യയെ കൊല്ലാനും അമ്മാവനെ കൊല്ലാനും ഒക്കെ. ആർക്ക്? അദ്ദേഹം ഇത് ഭംഗിയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പം ഇന്ദ്രൻ വന്നില്ല വാള് വാങ്ങി. ഇന്ദ്രൻ അവിടെ നിന്ന് നോക്കിയാൽ മറ്റേ ക്യാമറ ഉണ്ടല്ലോ, ഏത് ഇന്ദ്രൻ അദ്ദേഹം കൂടി നോക്കിയപ്പോൾ എന്താ കണ്ടതെന്നറിയോ? മഹർഷി ഇപ്പം പണ്ടത്തെ മാതിരി കാവ്യമുണ്ടൊക്കെ ചിറ്റി ജടയും മുടിയൊന്നുമല്ല. ഇപ്പൊക്കെ മറ്റേ ജാതി ഇതൊക്കെ വെച്ചിട്ട് നാട് മുഴുവൻ അടി പിടി വെട്ട് മുറി കുത്ത്. ദേവേന്ദ്രൻ്റെ സന്തോഷം. ഇവനെ കൊണ്ട് എന്തില്ല, ഉപദ്രവില്ല. അതെനിക്കിങ്ങനെ തോന്നുകയാണേ. നോക്കൂ, ആ ഒരു പിശാത്തി ആയുധം കാരണമാണ് ആര് നശിച്ചു പോയത്? അത് കൊണ്ട് നടന്ന് അദ്ദേഹം നശിച്ചു പോയി. അപ്പം അതുപോലെ എനിക്ക് തോന്നുകയാണേ, നമ്മൾ ഈ കാട്ടിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് താപസന്മാരുടെ വേഷം കെട്ടി ഇവിടെ വന്നിട്ട് നടക്കുമ്പോൾ ഈ ആയുധം കൂടി കൊണ്ട് നടക്കുമ്പോൾ എന്തുണ്ടാവണില്ല? ഒരു ചേർച്ചക്കുറവുണ്ട്. താപസന്മാർ ആയുധം കൊണ്ട് നടക്കില്ലല്ലോ. അപ്പം നമുക്ക് അയോധ്യയിൽ മടങ്ങിപ്പോയിട്ട് പോരെ? ഏതുപോലെ നിത്യം ശസ്ത്രം പരിവഹൻ ക്രമേണ സതപോധന ചകാരരൗദ്രീം സ്വം ബുദ്ധിം ത്യക്ത്വ തപസി നിശ്ചയ. ആ താപസൻ തപസ്സിന്നൊക്കെ നിഷ്ഠ പോയിട്ട് ഈ ഹിംസാപ്രവൃത്തിയിലേക്ക് ശ്രദ്ധ വന്ന മാതിരി നമ്മൾ ഈ ആയുധമായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചില വിഷമം ഉണ്ടാവില്ലേ എന്നൊരു സംശയം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നാട്ടിൽ പോയിട്ട് ആവാമെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ എന്താ ഇഷ്ടമുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് അങ്ങ് അലോഹ്യമായിട്ട് കൂട്ടരുത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്നറിയോ? സ്നേഹാച്ച ബഹുമാനാച്ച സ്മരയേ ത്വം ന ശിക്ഷയേ. അങ്ങോട്ടുള്ള സ്നേഹം കൊണ്ടും ആ ബഹുമാനം കൊണ്ടും സ്മരയേ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എന്തല്ല എന്ന് ശിക്ഷയെ ഉപദേശിച്ചതൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുതോ, ഇവളെന്താ പെന്നെ ഉപദേശിക്കാൻ നോക്കി, അങ്ങനെ ഉപദേശമൊന്നുമല്ലേ, ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. നമ്മളങ്ങനെ ഓർമ്മിപ്പിക്കുമല്ലോ. എന്ത് ആഫീസിക്കൊക്കെ രാവിലെ ധൃതിയിൽ അങ്ങോട്ട് പോണ സമയത്ത് കുപ്പായ ഇട്ടറിൻ്റെ മുണ്ടെടുത്തിട്ടില്ല കേട്ടോ എന്നാരാ ഓർമ്മിപ്പിക്കുക? കുപ്പായിട്ടപ്പോൾ പിന്നെ മറ്റതത്ര ഓർമ്മയിൽ വരില്ലല്ലോ. അപ്പം ആരാ ഓർമ്മിപ്പിച്ചത്? ഭാര്യ പറയും. അപ്പോഴാണ് നമ്മൾ എൻ്റെ നന്നായി സാവിത്രിയെ ഞാനൊന്ന് മറന്നിരിക്കണോ? എന്ത് മുണ്ടിൻ്റെ കാര്യമേ വൈകുന്നേരം ആയാലും എന്തായാലും ഉണ്ടാവില്ല, രാവിലെയെങ്കിലും വേണമല്ലോ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? അപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അന്തല്യായ വരുമ്പോൾ ഓർമ്മിപ്പിക്കാരാ? ഭാര്യമാരല്ലേ അതൊക്കെ ഓർമ്മിപ്പിച്ച് ബാഗ് എടുക്കാൻ മറക്കും, കുട എടുക്കാൻ മറക്കും, ചോറിൻ്റെ പാത്രം ഒഴിച്ച് എന്തും നമ്മൾ മറക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ ആരാ ഓർമ്മിപ്പിക്കും? ഭാര്യ ഓർമ്മിപ്പിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് നോക്കൂ, സ്മരയെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എന്നത്തു ശിക്ഷയെ, അല്ലാതെ അങ്ങനെ ശിക്ഷിച്ചത് ന കഥഞ്ജന സാകാര്യ ഗൃഹീത ധനുഷാത്വയ. ഈ അമ്പും വില്ലുമൊക്കെ ആയിട്ട് നടക്കുമ്പം അങ്ങനെ വല്ല ആപത്തുണ്ടാവുമോ എന്നൊക്കെയൊരു പേടിയേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്താ വെച്ചാലേ നമ്മൾ ഈ കാട്ടിലിങ്ങനെ നടക്കുമ്പോൾ ഇനി ആപത്ത് കൂടുതൽ ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു നേലോട്ടോ, ഒന്നും തോന്നരുതേ എന്നാണ്. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാലേ നമുക്ക് ക്ഷത്രധർമ്മം അയോധ്യയിൽ ചെന്നിട്ടാവാം എന്നാണ് ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞപ്പം എന്താണെന്നാണെങ്കിൽ സീത പിന്നെ ഇങ്ങനെ പറയണേ, നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത്. എന്താ ഞാൻ പറയാൻ കാരണം എന്നറിയൂ? ധർമാദർത്ഥ പ്രഭവതി ധർമാൽ പ്രഭവത്തെ സുഖം ധർമ്മേണ ലഭതേ സർവം ധർമ്മസാരമിതം ജഗൽ. സീത നരക്കടില്ലേട്ടോ, വെറുതെ അല്ല രാമൻ്റെ കൂടെ ഭാര്യയായിട്ട് പോകുന്നത്. അതുകൊണ്ടൊക്കെ ആ മട്ടുമാതിരിയൊക്കെ ഉണ്ടേ, നല്ലൊരു സമ്പ്രദായമൊക്കെ ഉണ്ട്. രാമൻ്റെ കൂടെ ധർമ്മത്തിന് പറ്റിയ ആൾ തന്നെയാണ് ആര്? നമ്മുടെ നാട്ടിലൊക്കെ ഭാര്യയും ഭർത്താവുണ്ട്. ഒന്ന് പടിഞ്ഞാട്ടാച്ച മറ്റേത് കിഴക്കോട്ട്, ഒന്നിരിക്കുമ്പം മറ്റേത് നടക്കും ഇല്ലേ? ഒന്നിങ്ങനെ ടേപ്പ് റെക്കോർഡർ പോലെ പറയുമ്പോൾ മറ്റേത് അപ്പോഴാണ് തപസ്. ചേർച്ചയില്ലേ ഒന്നൊരു ഇതൊക്കെ തന്നെയല്ലേ, നല്ല ചേർച്ചയാണ്. ധർമാത് അർത്ഥ പ്രഭവതി, ധർമ്മത്തിൽ നിന്ന് എന്തുണ്ടാവുള്ളൂ? അർത്ഥം ഉണ്ടാവുള്ളൂ. ധർമാൽ പ്രഭവതേ സുഖം, ധർമ്മം കൊണ്ടേ സുഖം ഉണ്ടാവുള്ളൂ. ധർമ്മേണ ലഭതേ സർവം, ധർമ്മം കൊണ്ടേ എല്ലാം കിട്ടുള്ളൂ. ധർമ്മസാരമിതം ജഗത്, ധർമ്മം കൊണ്ടാണ് ഈ ലോകം തന്നെ നിന്ന് പോണത്. അങ്ങനെയല്ലേ മനസ്സിലാക്കണത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, ഒന്നും തോന്നരുതേ. പിന്നെ എന്താ സീതയ്ക്ക് അപ്പോഴും തോന്നുന്നു, താൻ ഈ പറയുന്നതൊക്കെ അങ്ങനെ കൂടുണ്ടോ? ആരോടാ പറയണത്? ധർമ്മത്തിൻ്റെ മൊത്ത കച്ചവടക്കാരനാണ് ആര് മുമ്പിൽ നിൽക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അടുത്താ പോയി ചില്ലറ കച്ചവടം കണ്ടിട്ടില്ലേ? ആ പറയുകയും ചെയ്തു. ഒന്നും തോന്നരുത്. ഞാൻ വെച്ചാലേ പറയുക, സ്ത്രീ ചാപലാതെ അല്ലേ, സ്ത്രീ ചാപലാതെ തതുദാഹൃതം മേ ധർമ്മം ച വക്തും തവ കസമർത്ഥ വിചാര്യ ബുദ്ധ്യാതോ സഹാനുജേന യദ്രോചതേ തത് കുരുമാചിരേണ. സീതാദേവി എടുത്ത് പറയുകയും ചെയ്തു. എന്താ വെച്ചാൽ സ്ത്രീ ചാപലാതേതദുദാഹൃതം മേ, സ്ത്രീ ചാപലം നമ്മുടെ നാട്ടിലത്തെ ഭാഷയെ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഇഷ്ടാവില്ല. എന്നാലും എന്ത് പറയും? പെൺബുദ്ധി
അങ്ങനെ പറയാറില്ലേ നമ്മുടെ ദുഷ്ടന്മാരങ്ങനെ പറയാറുണ്ടല്ലോ. എന്താ കാരണം? അങ്ങനെയൊക്കെ പറയും. അല്ല, അങ്ങനെ പെൺബുദ്ധി പിൻബുദ്ധിയെന്ന അഭിപ്രായമൊന്നും വിവരമുള്ളവർക്കില്ല. എന്താ കാരണം? പല പെണ്ണുങ്ങളുടെയും ബുദ്ധി കാരണം പല മഹിമകളും നമ്മുടെ നാട്ടിൽ ഉണ്ടായതായിട്ട് നമുക്ക്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഈ പെണ്ണുങ്ങളെ എങ്ങനെ മോശക്കാരികളായിട്ട് നിന്ദിക്കുന്ന ഏർപ്പാട് നമ്മുടെ സമ്പ്രദായത്തിലില്ല. പെണ്ണുങ്ങളെങ്ങനെ ഭോഗവസ്തുക്കളാണെന്നുള്ള ചിന്തയുള്ള സമ്പ്രദായങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങളിലൊന്നും ഇല്ല. പിന്നെ ഈ വിവരക്കേട് അന്തല്യായും പല കാലങ്ങളിലായിട്ട് ഉണ്ടായ ദുഷ്ടതയും ദുരിതം കഷ്ടതയും സ്ത്രീകൾക്ക് ഉണ്ടായിട്ടൊക്കെ ഉണ്ടില്ല എന്നൊന്നുമില്ല. ശരിയല്ലേ ഇത്? ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് കുറേശ്ശൊക്കെ നമ്മളതൊക്കെ മാറ്റി മറിച്ചപ്പം ഒക്കെ പോയിട്ട് കുറേശ്ശൊക്കെ നേരിയായിട്ടൊക്കെ വരുന്നുണ്ട്. വലിയ വലിയ സ്ത്രീ സ്വാതന്ത്ര്യം തെങ്ങിൻ്റെ മുകളിൽ കയറി പറഞ്ഞിട്ടില്ലെങ്കിലും പെണ്ണുങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്, അത്യാവശ്യം ഉദ്യോഗത്തിന് പോകുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഒറ്റയ്ക്ക് പ്രാപ്തിയായിട്ടൊക്കെ ജീവിച്ചു പോകണമൊക്കെ ഇല്ല എന്നൊന്നുമില്ല. നല്ല കാര്യമൊക്കെ തന്നെയാണ്. ശരിയല്ലേ ഇത്? അപ്പം ഇവിടെ സീത ആ ഒരു വിനയം കൊണ്ട് സ്ത്രീ ചാപലാതായി. ഇനിയിപ്പോൾ എൻ്റെ വാക്ക് അങ്ങനെ അങ്ങനെ ഗൗരവത്തിലെടുക്കൊന്നും വേണ്ട. ഞാൻ അല്ലാതെ ധർമ്മം ചവക്കതും അങ്ങടെ മുമ്പിൽ വന്നിട്ട് ധർമ്മം പറയാൻ സമർത്ഥ ആരല്ലേ? നമ്മൾ പറയാറില്ലേ കടലിൻ്റെ വക്കത്തേക്ക് മണല് കോരിക്കൊണ്ടിരുന്ന മാതിരി അങ്ങയുടെ മുമ്പിൽ ധർമ്മത്തിൻ്റെ സ്വരൂപനാണ് അങ്ങയുടെ മുമ്പിൽ പിന്നെയും ധർമ്മം പറയാൻ ആരെങ്കിലും ഉത്സാഹിച്ചു വരുമോ? വരില്ല. അങ്ങയുടെ അടുത്ത് വന്ന് പഠിച്ചു പോവുക ചെയ്യുക. വിചാര്യ ബുദ്ധ്യാതോ സഹാനുജേന. എന്നാലേ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ തെറ്റാവും, ചിലപ്പം എന്തെങ്കിലും ഉണ്ടാവും. ഈ തെറ്റാണ് വെച്ചാലും ഇല്ല വെച്ചാലും അങ്ങ് എന്ത് ചെയ്യണം? ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് വേണ്ട വെച്ചാൽ അങ്ങോട്ട് കളഞ്ഞോളൂ. അത്രേ ഉള്ളൂ. അതിൽ വിഷമമൊന്നുമില്ലേ. എന്നാലും ചിലത് നമ്മളിങ്ങനെ നമുക്ക് തോന്നുമ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ. ചിലത് നമ്മൾ പറയില്ലേ, അയ്യോ അത് എടുത്തിട്ടുണ്ടാവില്ല കേട്ടോ, നോക്കൂ, ഞാൻ എടുത്തുവേ അവല്ലേ, ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചിലതൊക്കെ പറയില്ലേ. ഓർമ്മിപ്പിക്കണം, നല്ലതാണ്, അങ്ങനെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു നന്ന്. അപ്പം ഇത് കേട്ടപ്പം ഈ സീതയുടെ ഈ വർത്തമാനം കേട്ടപ്പോൾ നമ്മുടെ നാട്ടിൽ ഭർത്താക്കന്മാരാച്ച എന്താ പറയുക, കുറച്ച് ഈ ധർമ്മം കൂടി ഉള്ളൊരു ഭർത്താവിനോട് ഭാര്യ എത്ര വിവരമില്ലാത്തോളാണ് എന്നുള്ളൊരു ഭാര്യ കുറച്ചും കൂടി ധർമ്മം പറഞ്ഞാൽ ആ ഭാര്യയുടെ കാര്യം അന്നത്തെ തീരുമാനമാവും. എന്താ കാരണം? തർക്കമല്ലേ ഉണ്ടാവുക. നീ കാര്യം ഉണ്ടാവും, നീ എന്നെ അതൊക്കെ എൻ്റെ കുടുംബത്ത് സ്കൂൾ പൂട്ടി പോകുമ്പം അവിടെ ചെന്ന് അവിടെ ഉള്ളവരെയൊക്കെ ഇവിടെ അത് എന്നല്ലേ പറയുക, പൊത്തുവേ അങ്ങനെയല്ലേ പറയുക. പക്ഷേ ആ ശ്രീരാമൻ, അതാണ് ഈ ശ്രീരാമൻ ഈ സീതയൊക്കെ കണ്ട് പഠിക്കാൻ കുറേ ഉണ്ട്. നമ്മൾ വെറുതെ രാമായണം വായിച്ച ഹരഹര രാമോ 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 എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, എന്തും കൂടി വേണം. കുറേശ്ശൊക്കെ അവരുടെ ആ ഒരു മട്ടന്മാതിരിയും ചിട്ടയും സമ്പ്രദായവും പോക്കും പുറപ്പാടും വരവും പോക്കൊക്കെ ഉണ്ടല്ലോ, വ്യവഹാരങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാലേ കുറേശ്ശൊക്കെ നമുക്കും വിളിച്ചുണ്ടാവും. അപ്പം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ കേട്ടപ്പം സീതയോട് പറഞ്ഞു, സീതേ എൻ്റെ ആ വർത്തമാനം നല്ല വർത്തമാനം കേട്ടോ നീ പറഞ്ഞു, അസലായി. ഇങ്ങനെയൊക്കെ ഒരാൾ പറയാൻ കൂടെ ഉണ്ടെച്ചാലേ പിന്നെ എന്താ പേടിക്കാനുള്ളത്? ആര് പറഞ്ഞു? രാമനെ എന്തല്ലേ നോക്കൂ, ഹിതമുക്തം ത്വയാ ദേവി സ്നിഗ്ധയാ സദൃശം വച. എന്തൊരു നല്ല കാര്യമാണ് നീ എനിക്ക് പറഞ്ഞു തന്നത്. അതെന്താ, എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? സ്നിഗ്ധയ ഇതൊരു സ്നേഹമുള്ള വർത്തമാനം നീ എന്നോട് പറഞ്ഞത്. കുലം വ്യപതിശന്ത്യാച ധർമ്മജ്ഞേ ജനകാത്മജേ. എന്നെപ്പോലെ ഒരു കുട്ടി കൂടെ ഉണ്ടെച്ചാലേ എൻ്റെ വംശം വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരികയുള്ളൂ, നന്മയുണ്ടാവുള്ളൂ, ദുരിതവും നാശവും ഉണ്ടാവില്ല. പിന്നെ എന്താന്ന് പറയുക, കിന്നു വക്ഷ്യാമ്യഹം ദേവി തയ്യോക്കതം ഇതും വച. നീ പറഞ്ഞതിനെ കുറിച്ചാണ് എന്താ ഇപ്പം എന്നോട് പറയുക? അത്രയ്ക്ക് നന്നായിരിക്കണോ? പിന്നെ എന്താ ഇഷ്ടമുണ്ടോ? നീ പറഞ്ഞതൊക്കെ വളരെ നല്ല കാര്യമാണ്, പക്ഷെ ചെറിയൊരു സംഗതി ഉണ്ട് അതിൽ. എന്താ ഇഷ്ടമുണ്ടോ? ഞാൻ ഈ ആയുധം കൊണ്ട് നടക്കണതേ അങ്ങനെ എല്ലാവരും കൊല്ലാനൊന്നും അല്ലാതെ ക്ഷത്രിയന്മാർ ഞങ്ങൾ ആയുധമായിട്ട് നടക്കുന്നത്. ക്ഷത്രിയൈർ ധൈര്യതേ ചാപോ നാർത്തശബ്ദോ ഭവേദിതി. എന്താല്ലേ രാമൻ്റെ മറുപടി? ക്ഷത്രിയന്മാരെ ആയുധം കൊണ്ട് നടക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടോ? നാർത്തശബ്ദോ ഭവേദിതി. ആർത്തശബ്ദം ഉണ്ടാവാണ്ടിരിക്കണം. ആർത്തശബ്ദം അയ്യോ എന്നൊരു നിലവിളി നാട്ടിലുണ്ടാവരുത്. എപ്പോഴായി അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുക? കല്യാണത്തിൻ്റെ അന്നോ? അല്ലല്ല, അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എന്നൊക്കെ പറയും. അന്ന് നമ്മൾ പറയില്ല. പറയൂ, ലോട്ടറി കിട്ടിയ സമയത്ത് പറയുമോ? പറയൂ. ഊണ് കഴിക്കാൻ നല്ലോണം വയറ് നിറച്ച് ചോറുണ്ണാൻ മോരൊഴിച്ചോട്ടാൻ കൂട്ടി ഇങ്ങനെ കുഴച്ച് ഉരുട്ടുമ്പോൾ അയ്യോ എന്ന് പറയും. ഇല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ആ സന്തോഷമായിട്ടും സുഖമായിട്ടും തൃപ്തിയായിട്ടും ദുരിതമൊന്നും ഇല്ലാണ്ടുള്ള മട്ടിലായിട്ടും ഇരിക്കുമ്പം എന്ത് നമ്മൾ പറയില്ല? അയ്യോ എന്ന് പറയില്ല. പിന്നെ എപ്പോഴാണ് പറയുക അയ്യോ എന്ന്? എന്തെങ്കിലും ആപത്ത്, ദുരിതം, കഷ്ടപ്പാട്, വിഷമം ഇല്ലേ, ജീവനോ ഭയം, വസ്തുവിന് നഷ്ടം, അവനവൻ്റെ വസ്തുക്കൾക്കും ജീവനൊക്കെ നാശവും ക്ലേശവും കഷ്ടവും ഉണ്ടാകുമ്പോഴേ നമ്മൾ എന്ത് പറയുള്ളൂ? അയ്യോ ഓടി വരണേ, എല്ലാവരും ഓടി വരണേ എന്ന് എപ്പോഴാണ് പറയുന്നത്? കല്യാണം ക്ഷണിക്കുക അങ്ങനെയാ അല്ലല്ലോ. വിശേഷങ്ങൾക്ക് ക്ഷണിക്കുന്നത് നമ്മൾ അവിടെ അയ്യോ ഓടി വരണേ, എൻ്റെ മകളുടെ കല്യാണമാണ്, എല്ലാവരും ഓടി വരണേ, അയ്യോ അന്നേരം വിളിക്കില്ലല്ലോ.
അത് നമ്മൾ നല്ല മട്ടമാതിരിയായിട്ടാണ് പറയുക. അപ്പോൾ അവിടെ സന്തോഷമുള്ള സന്ദർഭത്തിലൊന്നും നമ്മൾ ഈ അയ്യോ വിളിക്ക് പറയില്ല. അയ്യോ പറയപ്പോഴാണ് പെട്ടെന്ന് വീഴുക, അല്ലെങ്കിൽ വല്ല ആപത്തുണ്ടായി, വല്ല ജന്തുവിനെ കൊണ്ടോ മനുഷ്യനെ കൊണ്ടോ ഉപദ്രവം ഉണ്ടായി, നാശം ഉണ്ടായി, കഷ്ടത്തിലായി നമ്മൾ പുറപ്പെടുമ്പോഴാണ് എന്താ പറയുക, ഈ അയ്യോ എന്നുള്ള ശബ്ദം ഉണ്ടാവുക. അങ്ങനെ ഒരു ശബ്ദം നാട്ടിൽ കേൾക്കാൻ പാടില്ല. എങ്ങനെ? ഈ അയ്യോ എന്നുള്ള ശബ്ദം അത് കേൾക്കാതെ